സ്വന്തം അമ്പലത്തിന്റെ വില മനസ്സിലാവാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക. എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത്, ഗണപതി ഭഗവാനെ തൊഴുത്, നിങ്ങൾ മറ്റേ താമരക്കണ്ണനൊക്കെ തൊഴുണ്ടെങ്കിൽ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ആ പുറകിലുള്ള അനന്തശയനത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ട്, കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിന്റെ നേരെ പുറകിൽ. അവിടെ ആ മേൽശാന്തി പ്രസാദം കൊടുക്കണതിന്റെ ഇടത് ഭാഗത്തായിട്ട് ഇരുന്നിട്ടുകൊണ്ട് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സാധാരണഗതിയിൽ ഒരാൾക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചൊല്ലി തീർക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്. എന്തുകൊണ്ട്? 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറയും ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി ജപിച്ചാൽ മതി, ഇവിടെ ഇരിക്കണ്ടെന്ന്. അത്രേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ അത്ര സമയം ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ നിർത്തിയില്ല. അതിപ്പോ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ ഇവിടെ ആര് പിടിച്ചു മാറ്റും? ഈ അമ്പലത്തിൽ വരോ? അവരെത്ര നേരം വേണമെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് ഗുരുവായൂരപ്പന് ഒരു മഞ്ഞ ഉടുപ്പ് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തുന്നി സമർപ്പിക്കണം.